മാസത്തിൻ്റെ പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. ഇന്നത്തെ ഒന്ന് കോഴിക്കോട് ബീച്ച് വരെ പോകണം. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകണം. അപ്പോൾ നമുക്ക് ട്രെയിനിൽ കയറിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഇതാണ് പരപ്പനാട് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ആദ്യമൊന്നും ഇവിടെ പാർക്ക് ചെയ്യാൻ അധികം സ്ഥലം ഉണ്ടായിട്ടില്ല, പക്ഷെ ഇപ്പോൾ അധികം സ്ഥലമൊക്കെ ഉണ്ടായിട്ടുണ്ട് പാർക്ക് ചെയ്യാൻ. ഞങ്ങളിതാ സ്റ്റേഷൻ്റെ ഉള്ളിലെത്തി ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഞങ്ങൾ മാത്രമല്ല പോകുന്നത്, ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് എന്ന് പറയാൻ വയ്യ, ഞങ്ങളെ ഫാമിലി തന്നെ. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. ഞങ്ങൾ ആദ്യം എത്തി, അവർ സ്റ്റേഷനിലേക്ക് എത്താമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെ വേണ്ടി വെയിറ്റ് ചെയ്യുക. ട്രെയിനും വരാൻ കുറച്ച് ടൈമുണ്ട്, അപ്പം ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ സ്റ്റേഷനിൽ ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുക. ഇതാ അവരെത്തി, ഞങ്ങൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാ ട്രെയിൻ വരുന്നുണ്ട്, ഇവിടെ എത്താനായി എന്ന് പറഞ്ഞപ്പോൾ അനൗൺസ് ചെയ്തപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്നോടത്തുനിന്ന് എണീറ്റ് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വണ്ടി വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ 1:30 പോണ താമരം എന്ന് പറഞ്ഞ ട്രെയിനാണ് പോകുന്നത്. തിരിച്ച് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനും ട്രെയിൻ തന്നെ വരുന്നത്. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ ഉച്ച നേരത്ത് ഇറങ്ങിയത്. ട്രെയിനിൽ കയറിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. നിൽക്കാൻ പോലും സ്ഥലമില്ലായിട്ട് എല്ലാവരും ഭയങ്കര തിക്കി കുത്തി നിന്ന് എങ്ങനെയെങ്കിലും കോഴിക്കോട് എത്തി. ഞങ്ങൾ കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് വലിയങ്ങാടി വഴി നടന്നാണ് പോയത് ബീച്ചിലേക്ക്. അതാകുമ്പോൾ കുറച്ച് പോയാൽ മതി. മറ്റേ നമ്മളൊരു വണ്ടിക്ക് പോവുകയാണെങ്കിൽ അതിങ്ങനെ ചുറ്റി വളയുമ്പോൾ ഒരുപാട് ടൈം എടുക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. പിന്നെ ഞങ്ങൾ ഈ എൻഡിൽ നിന്ന് കുറച്ച് ദൂരം വരെ അങ്ങോട്ട് നടന്ന് ബീച്ചിൽ കൂടെ അങ്ങനെ നടന്ന് ആണ് പോയത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ബീച്ചിലേക്ക് ഇറങ്ങി. നനയരുതെന്ന് വിചാരിച്ചിട്ട് ഇനി ആദ്യം പ്ലാനൊക്കെ ചെയ്ത്, പിന്നെ ബീച്ചിൽ ഇറങ്ങിയപ്പോൾ എല്ലാവരും നനഞ്ഞ്. പിന്നെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് കയറിയിട്ട് ടോയ്സ് വാങ്ങാൻ നിന്ന്. മാധുവിനും യാശനും ടോയൊക്കെ വാങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു. അവിടെ പ്രാവിനെ കണ്ടിട്ട് മാധു പ്രാവിന് പറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടിയതായിരുന്നു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കണ്ടപ്പം എല്ലാവരും ഐസ്ക്രീം മേടിച്ച്, മാംഗോ ഫ്ലേവറും ചോക്ലേറ്റൊക്കെ പാടെ വാങ്ങിയത്. അവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് നടന്നു. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവിടെ നിന്ന് ഉപ്പിലിട്ടതൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ഞങ്ങൾ മറന്നുപോയി ഉപ്പിലിട്ട്. ഇവിടെ തിരിച്ച് വരുമ്പോഴാണ് ഓർമ്മ ഞങ്ങളത് വാങ്ങിച്ചില്ലല്ലോ എന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. ഓരോരുത്തർ ഓരോ വെറൈറ്റികളാണ് പറഞ്ഞത്. പിന്നെ മുളക് ബജി മേടിച്ച്, മുട്ട ബജി മേടിച്ച്, എല്ലാം ടേസ്റ്റ് ഉണ്ട്. അതിൽ കടുക്കേൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ അത് കടുക്കേൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല. മസാലയായിട്ട് അത് അത്ര രസമില്ല, ടേസ്റ്റ് കുറവായിരുന്നു. ബാക്കിയുള്ളതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചായയൊക്കെ കുടിച്ച് അവിടുന്ന് പിന്നെ അവിടുന്ന് മാധുവിന് കോളിഫ്ലവർ വേണമെന്ന് പറഞ്ഞപ്പം അതും കൂടെ ഒന്ന് വാങ്ങി ടേസ്റ്റ് നോക്കി. ഇറങ്ങി. ട്രെയിൻ 5:30 പറഞ്ഞപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഒരു 5 മണിക്ക് ഇറങ്ങി തിരിച്ചിങ്ങോട്ട് പോരുന്നു.
സ്റ്റേഷനിലെത്തി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.